യുദ്ധം അവസാനിപ്പിക്കാൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? രണ്ട് പേര് തമ്മിൽ യുദ്ധം നടക്കുന്നു, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? മാത്രമല്ല, നമ്മൾ എന്തിനതിൽ തലവയ്ക്കണം? അതൊരു ചോദ്യമുണ്ടല്ലോ. ലോകത്ത് ഇപ്പോൾ ആസ് ഓൺ നൗ നമ്മളിപ്പോൾ ഈ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ലോകത്ത് കുറഞ്ഞത് 50 യുദ്ധങ്ങൾ നടക്കുന്നുണ്ട്, ഇല്ല? നമ്മൾ ഈ പ്രോമിനൻസിൽ നിൽക്കുന്നത് ഈ ഇറാൻ അമേരിക്ക യുദ്ധമാണ്. റഷ്യ യുക്രൈൻ യുദ്ധം നടക്കുന്നുണ്ട്, തീർന്നിട്ടില്ലല്ലോ. അതെ. കോങ്കോയിൽ യുദ്ധം നടക്കുന്നുണ്ട്, അസർബൈജാൻ അർമേനിയ യുദ്ധം നടക്കുന്നുണ്ട്. ഇങ്ങനെ ചെറുതും വലുതുമായ യുദ്ധങ്ങൾ ലോകത്ത് നടന്നുകൊണ്ടേയിരിക്കുന്നു. അതിലൊക്കെ പോയി തലവയ്ക്കേണ്ട കാര്യമുണ്ടോ? ഇതിപ്പോൾ നമ്മളെ അഫക്റ്റ് ചെയ്യുന്നൊരു പ്രശ്നമാണ്. നമ്മൾ ഇതിൻ്റെ കൂടെ ഒരു ജനറൽ മൂവ്മെൻറ്റിൻ്റെ കൂടെ നിൽക്കുകയല്ലാതെ ഇൻഡിവിഡ്വലായിട്ട് എന്ത് ചെയ്യാൻ നമുക്ക് സാധിക്കും? ഇപ്പോൾ ഗൾഫ് രാജ്യങ്ങൾ മുഴുവൻ നമ്മുടെ സുഹൃത്തുക്കളാണ്. 1 കോടി ജനങ്ങളുണ്ട്. നമ്മൾ ഇറാൻ അനുകൂലമായിട്ട് ഇതിലൊരു നിലപാടെടുത്തു എന്ന് വയ്ക്കുക, ഗൾഫ് രാജ്യങ്ങളുടെ റിയാക്ഷൻ എന്തായിരിക്കും? കറക്റ്റ്. 1 കോടി ആൾക്കാരെ അവർ പുറന്തള്ളുകയാണ്, കൊണ്ടുപോക്കോ നിങ്ങളുടെ ആൾക്കാരെ എന്ന് പറഞ്ഞാൽ അവരെ ഉൾക്കൊള്ളാൻ നമുക്ക് സാധ്യമാണോ? ശരിയാണ്. അതേസമയം പ്ലെയിനായിട്ട് അവരുടെ കൂടെ നമ്മൾ നിന്നിട്ടുമുണ്ട്. UAE കൂടെ നമ്മൾ പരസ്യമായിട്ടാണ് നിന്നത്. UAE ഇറാൻ മിസൈൽ അയച്ചു കഴിഞ്ഞപ്പോൾ 2 ആഴ്ച മുമ്പാണ് നരേന്ദ്രമോദി പറഞ്ഞു ഞങ്ങൾ UAE കൂടെയാണെന്ന് തീർത്ത് പറഞ്ഞു. UAE ഫൈനാൻസ് മിനിസ്റ്റർ ഇവിടെ വന്നു, അവരുമായിട്ട് സംസാരിച്ചു. നമ്മളുടെ ജയശങ്കർ UAE പോയി. UAE ഇപ്പോൾ ഒപ്പയ്ക്ക് നിന്ന് വിട്ടിട്ട് അവർ ഒറ്റയ്ക്ക് നിൽക്കുകയാണല്ലോ. സൗദി പോലും UAE കൂടെയില്ല. അപ്പോൾ ഭാരതം പറഞ്ഞു ഞങ്ങളുണ്ട് നിങ്ങളുടെ കൂടെ. UAE വിചാരിച്ചു കഴിഞ്ഞാൽ ഈ ഒരു സങ്കല്പിക്കുക, ഒരു എമർജൻസി വന്നു എന്ന് വയ്ക്കുക, നമ്മുടെ ആൾക്കാരെ എന്ത് ചെയ്യും? 90 ലക്ഷം, 1 കോടി എന്ന് ആലങ്കാരികമായിട്ട് പറഞ്ഞു, 90 ലക്ഷം ആൾക്കാരാണ് നമ്മുടെ ഗൾഫിലുള്ളത്. അതെ. അതിൽ 90 ലക്ഷം ആൾക്കാരെയും അബ്സോർബ് ചെയ്യാൻ UAE വിചാരിച്ചാൽ സാധിക്കും. അവർക്ക് തിരിച്ചു വരേണ്ടി വരില്ല. 90 ലക്ഷം ആൾക്കാരെ പുനരധിവസിപ്പിക്കാൻ UAE മാത്രം വിചാരിച്ചാൽ സാധിക്കും. സീ ദ പൊളിറ്റിക്സ്. നമ്മൾ ഈ ഒരു കാര്യം ചെയ്യുമ്പോൾ അതിൻ്റെ മാനങ്ങൾ ശ്രദ്ധിക്കാതെ ചുമ്മാ വർത്തമാനം പറയുന്ന ആൾക്കാർ. അതെ. UAE നമ്മളുമായിട്ട് അലൈൻ ചെയ്യാൻ സാധ്യതയല്ല, നമ്മൾ തമ്മിൽ കൂട്ടുകെട്ടാണ്. റഷ്യയുമായിട്ടും UAE ഗുഡ് ടേംസിലാണ്. പാകിസ്ഥാൻ ഇതിനകത്ത് മധ്യസ്ഥത കളിച്ചു. എന്ത് സംഭവിച്ചു ഒടുവിൽ? പാകിസ്ഥാൻ വെറുതെ പോസ്റ്റ്മാനായിട്ട് അതപ്പതിച്ചു. ഇവിടെ നിന്ന് പറയുന്നത് അവിടെ പോയി പറയുക, അവിടെ നിന്ന് പറയുന്നത് ഇവിടെ. അവസാനം ട്രംപ് തന്നെ പറഞ്ഞു ഇത് ഞാൻ നേരിട്ട് പറഞ്ഞോളാം എന്ന് പറഞ്ഞു. കഴിഞ്ഞു. ഇപ്പം ഇതുപോലെ മധ്യസ്ഥത എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ മധ്യസ്ഥത ആളുകൾ ഇങ്ങോട്ട് ആവശ്യപ്പെടണം. ഒന്ന് സഹായിക്കപ്പാ ഞങ്ങളെ, ഇതെങ്ങും എത്തുന്നില്ലല്ലോ. അപ്പോഴാണ് മധ്യസ്ഥൻ ഇടപെടുന്നത്. മാത്രമല്ല, മധ്യസ്ഥൻ ഇതിലേതെങ്കിലും ഒരു ശക്തിയുടെ പുറത്ത് അസാമാന്യ ഇൻഫ്ലുവൻസ് ഉള്ള ആളുമായിരിക്കണം. പറഞ്ഞാൽ ചെയ്ത് കേൾപ്പിക്കാൻ തക്ക ഇൻഫ്ലുവൻസ് ഉള്ള ആളായിരിക്കണം. ഇറാനിൽ ആരോട് സംസാരിക്കണം എന്ന് പറഞ്ഞ് 31 IRGC കമാൻഡർമാരാണ്. 31 ദിശയിലേക്കാണ് അവർ വെടിവെക്കുന്നത്. ഇതാണ് പ്രശ്നം. ഇത് ട്രംപ് പറഞ്ഞു എനിക്കിപ്പോൾ ആരോട് സംസാരിക്കണം എന്നറിയില്ല. അബ്ബാസ് അരാക്ചിയോട് സംസാരിച്ചു കഴിഞ്ഞാൽ സംസാരിക്കുക എന്നുള്ളതല്ലാതെ അത് പാലിക്കാൻ ഇറാനിലെ ഈ കമാൻഡർമാർ ബാധ്യസ്ഥരല്ല. അവർ അബ്ബാസ് അരാക്ചിയെ ഇഡിയറ്റ് എന്ന് വിളിച്ചു, ട്വീറ്റ് ചെയ്തു, എക്സിൽ പോസ്റ്റ് ചെയ്തു. വി ആർ നോട്ട് ഗോയിങ് ബൈ ദ അഡ്വൈസ് ഓഫ് എനി ഇഡിയറ്റ്. പിന്നെ അത് പ്രശ്നമായി കഴിഞ്ഞപ്പോൾ അവരൊന്ന് മയപ്പെടുത്തി, ഞങ്ങൾ അരാക്ചിയെ അല്ല ഇഡിയറ്റ് എന്ന് പറഞ്ഞത് ട്രംപിനെയാണെന്നൊക്കെ പറഞ്ഞിട്ട് ഉരുണ്ട് കളിക്കാൻ നോക്കി. അരാക്ചിക്ക് വിലയില്ല, പെസഷ്കിന് വിലയില്ല. മറ്റേ ഗാലിബിഫ് അവരുടെ സ്പീക്കർ, നമ്മുടെ ഓം ബിർള, അതെ, അങ്ങേർക്ക് വിലയില്ല, അങ്ങേരെ ഇപ്പോൾ കാണാനില്ല. അത് കഴിഞ്ഞ് ഡെപ്യൂട്ടി സ്പീക്കർ ഇറങ്ങി, അങ്ങേരെ ഇപ്പോൾ കാണുന്നില്ല. അൽ ഖമനയുടെ മകൻ പരിക്കേറ്റ് കിടക്കുന്നു എന്ന് പറയുന്നു ഏതോ അണ്ടർഗ്രൗണ്ടിൽ. അങ്ങേരുടെ വാക്കിന് വിലയുണ്ടോ? ഇല്ല. അങ്ങേരേതെങ്കിലും വാക്ക് ഉച്ചരിക്കുന്നുണ്ടോ എന്ന് ആർക്കും അറിയില്ല. ഇതാണ് ഇറാനിലെ സ്ഥിതി. ആരോട് സംസാരിക്കും? എന്ത് ചെയ്യും? ഇപ്പുറത്താണെങ്കിൽ തലയ്ക്ക് സ്ഥിരതയില്ലാത്ത പോലെ പെരുമാറുന്ന ട്രംപിനെ കൊണ്ട് അമേരിക്കക്കാർ തന്നെ വിഷമിച്ചു. ട്രംപിൻ്റെ ഓരോ തീരുമാനമായിട്ട് കോടതി റദ്ദാക്കിക്കൊണ്ടിരിക്കുന്നു. ഇതാണ് അവസ്ഥ. ഇത്രയും ഫ്ലക്സിൽ നിൽക്കുന്ന, ചുറ്റിക്കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥയിൽ
നമ്മൾ നമ്മുടെ താല്പര്യം മാത്രം സംരക്ഷിച്ചാൽ മതിയെന്നേ. എന്തിനാ ഇറാനെ രക്ഷിക്കാനും അമേരിക്കയെ രക്ഷിക്കാനും രണ്ടുപേരും തമ്മിലുള്ള വഴക്കില്ലാതെ നമുക്കെന്ത് കാര്യം? നമ്മുടെ കപ്പൽ ഇന്ധനം നിറച്ച് നമ്മുടെ കപ്പൽ ഹോർമുസ് കടലിടുക്കിലൂടെ വരുന്നുണ്ടോ എന്ന് മാത്രം നമ്മൾ നോക്കിയാൽ മതി. അന്യൻ്റെ പ്രശ്നം എടുത്ത് തലയിൽ വയ്ക്കേണ്ട കാര്യമില്ല.